കഴിഞ്ഞ മാസം ഞങ്ങൾ അയച്ച ഓർഡറുകൾ 25% ഓർഡറുകൾ 2 കഷ്ണമായിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ റിട്ടേൺ വന്നാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എത്തുന്നതാണെങ്കിലും 2 കഷ്ണമായിട്ടൊക്കെയാണ് ഓർഡർ എത്തുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡെലിവറി പാർട്ണർ ഒബിയസ്ലി ഇന്ത്യ പോസ്റ്റ് ആണ്. ആസ് എൻ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നിലയ്ക്കാണ് ഇന്ത്യ പോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഡെലിവറി പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഭയങ്കര മോശമാണ്. ഈ പറഞ്ഞ രീതിയിൽ 2 കഷ്ണമായിട്ടൊക്കെയാണ് പലതും. നമ്മൾ ഈവൻ ഫ്രജൈൽ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ അവർ ഒട്ടുമേ കെയർ ചെയ്യാതെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഡെലിവർ ആവുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ചില അപ്ഡേറ്റ്സ് ഒക്കെ ചില പ്രൊഡക്റ്റ് ഒന്നും പോയി കഴിഞ്ഞാൽ എവിടെ എത്തിയെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. അവിടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ 7 ദിവസത്തോളം കാണാതെ ഒരു അവസ്ഥയുണ്ടായി. നമുക്കൊരു അപ്ഡേറ്റ് അവരുടെ ഡാഷ്ബോർഡിൽ കാണുന്നില്ല. അവരോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല അത് എവിടെ പോയിന്ന്. അങ്ങനെ 7 ദിവസത്തോളം ആ ഒരു അപ്ഡേറ്റ് ഇല്ലാതെ കടന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പ്രൊഡക്റ്റിന്. അവസാനമൊക്കെ ടിക്കറ്റ് റൈസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഐറ്റം ഡാമേജ് ആയിരുന്നു അവരൊന്നും ചെയ്യൂല. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. കാരണം നമ്മളൊരു ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ആണ്. ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ക്രെഡിബിലിറ്റി ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പലരും റീഫണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ എന്തായാലും ഡെലിവറി സർവീസ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെലിവറി സർവീസ് ഏതെങ്കിലും ഡു കമന്റ് ബിലോ ഇഫ് അത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണെന്നുണ്ടെങ്കിൽ യു വുഡ് ലൈക്ക് ടു ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് ഞങ്ങൾ പുതിയതായി യൂസ് ചെയ്യാൻ പോകുന്ന ഡെലിവറി സർവീസിന്റെ ലൈക്ക് ഒരു റിവ്യൂ ഇതുപോലെ തന്നെ ഒരു 1 month കഴിഞ്ഞ് വന്നിട്ട് പറയാം. സോ യാ, ലെറ്റ്സ് ഹോപ്പ് ദിസ് ഇസ് ഗോണ വർക്ക്. ബൈ.